ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ടു പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഗേറ്റിൽ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിൽ ഇവിടെ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: ദ ABCD മാട്രിക്സ് ഫോർ എ ടു പോർട്ട് നെറ്റ്വർക്ക് ഈസ് ഡിഫൈൻഡ് ബൈ. സാധാരണ ABCD മാട്രിക്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദ പാരാമീറ്റർ B ഫോർ ദ ഗിവൺ ടു പോർട്ട് നെറ്റ്വർക്ക് ഈസ്. അപ്പോൾ നമുക്ക് ABCD പാരാമീറ്ററിന്റെ ഡെഫിനിഷൻ മാട്രിക്സ് ആയിട്ട് തന്നിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് ഈ നെറ്റ്വർക്കിന്റെ ABCD പാരാമീറ്റർ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ബിന്റെ വാല്യൂ എത്രയാണ്, ഒരു സിംഗിൾ എലിമെന്റിന്റെ വാല്യൂ മാത്രമാണ് നമ്മളോട് ചോദിച്ചത്, അല്ലാണ്ട് കംപ്ലീറ്റ് ABCD മാട്രിക്സ് നമ്മളോട് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടില്ല. അപ്പോൾ ആക്ച്വലി നമ്മൾ ഒരു നെറ്റ്വർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ABCD മാട്രിക്സ് എങ്ങനെയാണ് ABCD മാട്രിക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ എങ്ങനെ എഴുതുക ABCD മാട്രിക്സ് പാരാമീറ്റേഴ്സ്? ദാറ്റ് ഈസ് V1 ഈസ് ഈക്വൽ ടു, V1 എന്ന് പറയുന്നതാണ് ABCD മാട്രിക്സ് അല്ലെങ്കിൽ ABCD പാരാമീറ്റർ ഡിഫൈൻ ചെയ്യുന്ന സമയത്തുള്ള ഒരു ഡിപെൻഡന്റ് വേരിയബിൾ. സോ AV2 മൈനസ് BI2 എന്ന് പറയുന്നതാണ് V1. അതേപോലെ I1 എന്ന് പറയുന്നത് CV2 മൈനസ് DI2. ഇതാണ് ABCD മാട്രിക്സ്, ABCD പാരാമീറ്റർ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ്. അതായത് നമ്മളൊരു നെറ്റ്വർക്കിന്, ടു പോർട്ട് നെറ്റ്വർക്കിന് ABCD പാരാമീറ്റർ വെച്ച് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് ഇത്. അപ്പോൾ യൂഷ്വലി നമ്മളോട് ഒരു എലിമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ എലിമെന്റ് മാത്രമാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള ടെക്നിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇക്വേഷൻസ് പ്രകാരം അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ഒറ്റ എലിമെന്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഇക്വേഷൻ വൈസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ നെറ്റ്വർക്കിൽ കംപ്ലീറ്റ് നെറ്റ്വർക്ക് അനാലിസിസ് നടത്തേണ്ടി വരും. അതായത് ഇപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് B ആണ്. സോ വാട്ട് ഈസ് ബി എന്ന് പറയുന്ന പാരാമീറ്റർ നമ്മൾ അതിൻ്റെ അകത്ത് എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ഇക്വേഷനിലാണ് B ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിലാണ് നമ്മൾ B കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ അകത്ത് B എഴുതുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമുക്ക് എയും അറിയില്ല അല്ലേ? അപ്പൊ 2 അറിയാത്ത സംഭവങ്ങൾ അവിടെ വന്നു. അപ്പൊ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ആ രണ്ടാമത്തെ അറിയാത്ത പാരാമീറ്റർ വരുന്ന ടേം ഏതാണോ അതിനെ 0 ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേമിനെ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷെ ഈ ടേമിൽ എയിനെ 0 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? എ എന്ന് പറയുന്നത് ഒരു ABCD പാരാമീറ്റർ ആണ്. പാരാമീറ്ററിനെ നമുക്ക് ഒറ്റയടിക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എയുടെ കൂടെയുള്ള വേരിയബിൾ V2നെ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ we can write B is equal to, what is B? B is equal to V1 divided by minus I2 with V2 is equal to 0. V2 എന്ന് പറയുന്ന വേരിയബിളിനെ 0 ആക്കി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? ബിനെ ഡിഫൈൻ ചെയ്യാം. ഇനി നമുക്ക് എ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? രണ്ടാമത്തെ പാരാമീറ്റർ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വേരിയബിൾ ഏതാണോ അതിന് 0 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ പാരാമീറ്ററിനെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ പാരാമീറ്ററിനെയും നമ്മൾ അങ്ങനെ തന്നെയാണ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി നമ്മളോട് കംപ്ലീറ്റ് ABCD പാരാമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടി വരുമായിരുന്നു? ഇതേപോലെ V2 0 ആക്കി വെച്ച് B കണ്ടുപിടിക്കണം, I2 0 ആക്കി വെച്ച് A കണ്ടുപിടിക്കണം, I2 0 ആക്കി വെച്ച് C കണ്ടുപിടിക്കണം, V2 0 ആക്കി വെച്ച് D കണ്ടുപിടിക്കണം. അപ്പൊ അത് ഒരു സർക്യൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ പാരാമീറ്ററും ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആ സർക്യൂട്ടിനെ അതേപടി അനലൈസ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടുത്തെ കേസിൽ B മാത്രമാണ് ചോദിച്ചത്. അപ്പൊ ബിയിൽ നമുക്ക് ഈ കണ്ടീഷൻ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ബിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി അതിനും എളുപ്പമുള്ള ഒരു മെത്തേഡ് ഉണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നെറ്റ്വർക്ക് ഏത് ഷേപ്പിലാണ് എലിമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? T ഷേപ്പിലാണ് എലിമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു T നെറ്റ്വർക്ക് ആണ്. അപ്പോൾ ഈ T നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് തരുന്ന ഒരു നെറ്റ്വർക്കാണ്. ടു പോർട്ട് നെറ്റ്വർക്കിൽ T നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് തരുന്ന ഒരു നെറ്റ്വർക്കാണ്. T നെറ്റ്വർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഏറ്റവും എളുപ്പം T നെറ്റ്വർക്കിൻ്റെ അകത്ത് Z പാരാമീറ്റർ ഇവാലുവേറ്റ് ചെയ്യാനാണ്. T നെറ്റ്വർക്കിൻ്റെ അകത്ത് Z പാരാമീറ്റർ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നിരിക്കുന്ന നെറ്റ്വർക്ക് ഒരു പൈ നെറ്റ്വർക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഡെൽറ്റ നെറ്റ്വർക്ക് ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് Y പാരാമീറ്റർ ഇവാലുവേറ്റ് ചെയ്യാനാണ് എളുപ്പം. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് സെഡും വൈയും എല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ABCD പാരാമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ABCD പാരാമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എലിമെന്റ് 2 ohm എന്ന് പറയുന്ന എലിമെന്റ് ഒരു സെക്ഷനായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ 5 ohm എന്ന് പറയുന്ന രണ്ടാമത്തെ എലിമെന്റിനെ രണ്ടാമത്തെ സെക്ഷനായിട്ട് കൺസിഡർ ചെയ്യും. കൂടാതെ ലാസ്റ്റ് എലിമെന്റ് വരുന്ന 2 ohmനെ മൂന്നാമത്തെ സെക്ഷനായിട്ട് കൺസിഡർ ചെയ്യും. അതായത് നമ്മൾ മൊത്തം ഉള്ള ടു പോർട്ട് നെറ്റ്വർക്കിനെ 3 സെക്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും.
ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ 2 ohm ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ, 5 ohm എന്ന് പറയുന്ന എലിമെന്റ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ സെക്ഷൻ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സെക്ഷൻ, ദിസ് ഈസ് ദ സെക്കൻഡ് സെക്ഷൻ, ദിസ് ഈസ് ദ തേർഡ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ 3 സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഓരോ സെക്ഷനിലും ഓരോ എലിമെന്റേ വരുന്നുള്ളൂ അല്ലെ. ആ എലിമെന്റ്സിന്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് സെക്ഷനിൽ ഈ 2 പോർട്ട് എലിമെന്റിന്റെ അക്രോസ് കിടക്കുന്ന എലിമെന്റ് എന്ന് പറയുന്നത് ഈ 2 ohm എന്ന് പറയുന്ന റെസിസ്റ്റർ മാത്രമാണ്, അല്ലെങ്കിൽ അതൊരു ഇമ്പിഡൻസ് മാത്രമാണ്. പക്ഷെ അതെങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് എ സീരീസ് എലിമെന്റ്, സിംഗിൾ സീരീസ് എലിമെന്റ്. അതേപോലെ സെക്കൻഡ് സെക്ഷനിൽ 5 ohm എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് കിടപ്പുണ്ട്. അതെങ്ങനെയാണ് കിടക്കുന്നത്? പാരലൽ ആയിട്ട്. ഇതാണല്ലോ 2 പോർട്ടുകൾ. ദിസ് ഈസ് 2 പോർട്ട് നെറ്റ്വർക്ക്, ദിസ് ഈസ് ദ ഇൻപുട്ട് പോർട്ട്, ദിസ് ഈസ് ദ ഔട്ട്പുട്ട് പോർട്ട്. അപ്പോൾ ഫസ്റ്റ് പോർട്ടിന് പാരലൽ ആയിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് പോർട്ടിനും സെക്കൻഡ് പോർട്ടിനും പാരലൽ ആയിട്ടാണ് സെക്കൻഡ് എലിമെന്റ് ഇരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് എലിമെന്റ് ആക്ച്വലി ഷണ്ട് എലിമെന്റ് ആണ്. ആദ്യത്തത് സീരീസ് എലിമെന്റ്, രണ്ടാമത്തത് ഷണ്ട് എലിമെന്റ്. അതേപോലെ മൂന്നാമത്തെ എലിമെന്റ് നിങ്ങളൊന്ന് നോക്കിയേ. മൂന്നാമത്തെ എലിമെന്റ് എന്ന് പറയുന്നത് ഇതേപോലെ സീരീസ് എലിമെന്റ് ആണ് അല്ലെ, 2 ohm സീരീസ് എലിമെന്റ് ആണ്. അപ്പോൾ ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സീരീസ് എലിമെന്റ്, ഷണ്ട് എലിമെന്റ് ആൻഡ് സീരീസ് എലിമെന്റ്. അപ്പൊ ഈ 3 എലിമെന്റിനെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു എലിമെന്റ് കഴിഞ്ഞ ഉടനെ അടുത്ത എലിമെന്റ്, അത് കഴിഞ്ഞ ഉടനെ അടുത്ത എലിമെന്റ്. ആക്ച്വലി ദിസ് കണക്ഷൻ ഈസ് കോൾഡ് ആസ് കാസ്കേഡ് കണക്ഷൻ. അപ്പൊ 3 ഡിഫറെന്റ് എലിമെന്റ്സിനെ കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ABCD പാരാമീറ്റർ എന്ന് പറയുന്നത് കാസ്കേഡ് കണക്ഷനിലുള്ള മൊത്തം പാരാമീറ്ററിനെ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പാരാമീറ്റർ ആണ് ABCD പാരാമീറ്റർ. അതായത് നമ്മൾ ഇതിൽ 3 നെറ്റ്വർക്ക് ഉണ്ട് എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ n നെറ്റ്വർക്ക് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓരോ നെറ്റ്വർക്കിന്റെ ABCD പാരാമീറ്റർ നമുക്ക് അറിയാമെങ്കിൽ എല്ലാ നെറ്റ്വർക്കിനെയും കാസ്കേഡ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ മൊത്തം ABCD പാരാമീറ്റർ എന്ന് പറയുന്നത് ഫസ്റ്റിന്റെ ABCD പാരാമീറ്റർ ഇൻറ്റു സെക്കൻഡിന്റെ ABCD പാരാമീറ്റർ ഇൻറ്റു തേർഡിന്റെ ABCD പാരാമീറ്റർ, അങ്ങനെ n നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ n നെറ്റ്വർക്സിന്റെ ABCD പാരാമീറ്ററിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ടോട്ടൽ ABCD പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ 3 നെറ്റ്വർക്ക് ആണ്, അല്ലെങ്കിൽ 3 എലിമെന്റ്സ് ആണുള്ളത്. ഈ 3 എലിമെന്റ്സിന്റെയും ABCD പാരാമീറ്റർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അറിയാമെങ്കിൽ ആ 3 എണ്ണത്തിന് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കറിയാം ഒരു സിംഗിൾ സീരീസ് എലിമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സീരീസ് എലിമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് Z ആണെങ്കിൽ, അതായത് ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിന്റെ ABCD പാരാമീറ്റർ എന്ന് പറയുന്നത് 1 Z 0 1 ഇതാണ് വരിക. സോ ദിസ് ഈസ് ദ ABCD പാരാമീറ്റർ ഫോർ എ സീരീസ് എലിമെന്റ്, where Z is the series element connected across the 2 port network. Similarly, നമുക്ക് ഷണ്ട് എലിമെന്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ഷണ്ട് എലിമെന്റിന്റെ ABCD പാരാമീറ്റർ എന്ന് പറയുന്നത് 1 0 1 by Z 1 ആയിരിക്കും, where Z is the value for impedance which is connected in parallel. Okay, so ഇതാണ് ഷണ്ട് എലിമെന്റിന്റെ ABCD പാരാമീറ്റർ. അതേപോലെ ഇവിടെ സീരീസ് എലിമെന്റ് പിന്നെയും തന്നിട്ടുണ്ടല്ലോ. അപ്പൊ സീരീസ് എലിമെന്റ് എന്തായിരിക്കും? 1 Z 0 1. അപ്പൊ ഇതിനെ, ഈ 3 മാട്രിക്സിനെ, 3 ABCD പാരാമീറ്റർ മാട്രിക്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ABCD പാരാമീറ്റർ കിട്ടും. അപ്പൊ ഈ ടെക്നിക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നെറ്റ്വർക്ക് പാരാമീറ്റർ ഇവാലുവേറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇതേപോലെ മാട്രിക്സ് എഴുതി ചെയ്യുന്നത്. കാരണം മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇനി അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ അതൊരു സിംഗിൾ എലിമെന്റ് ചോദിക്കുമ്പോൾ മാത്രമാണ് അത് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് കംപ്ലീറ്റ് ABCD പാരാമീറ്റർ കാണാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ആ ABCD പാരാമീറ്റേഴ്സ് എഴുതി നോക്കാം. അപ്പൊ ഫസ്റ്റ് കേസിൽ ABCD പാരാമീറ്റർ ഏതൊക്കെയാ വരിക? സോ ഫോർ ദ ഫസ്റ്റ് എലിമെന്റ് ABCD പാരാമീറ്റേഴ്സ് ആർ 1. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് Z? ദാറ്റ് ഈസ് 2 0 1. ഇനി സെക്കൻഡ് സെറ്റ് ഓഫ് ABCD പാരാമീറ്റർ എന്ന് പറഞ്ഞേ 1 0. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് Z? 5 ohm. സോ വാട്ട് ഈസ് 1 by 5 1. Okay, the third ABCD parameter ഏതാ വരിക? 1 Z 0 1. That is 1 2 0 1. ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് എങ്ങനെ മാട്രിക്സിന് മൾട്ടിപ്ലൈ ചെയ്യാം? ആദ്യം ഈ 2 മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം, കിട്ടുന്ന റിസൾട്ടന്റ് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. സോ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഇത് ഈ 2 മാട്രിക്സും തമ്മിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 into 1 plus 2 into 1 by 5. So 1 into 1 is 1 plus 2 into 1 by 5 is 2 by 5. This is the first element. Next, first row into second column. First 1 into 1 plus, sorry, 1 into 1 plus, first row into second column. 1 into 0 plus 2 into 1. So this is 2. Next നോക്ക്, next element എങ്ങനെയാ കിട്ടുക? Second row into first column. 0 into 1
പ്ലസ് 1 ഇൻറ്റു 1/5 ദാറ്റ് ഈസ് 1/5. നെക്സ്റ്റ് എന്ത് വരും? സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 0 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1. സോ ദിസ് ഈസ് ദ റിസൾട്ട് ഫോർ ദീസ് ടു മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. എന്നിട്ട് അതിന് എന്ത് ചെയ്യണം? ഈ ലാസ്റ്റ് മാട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 1 2 0 1. So this gives the complete ABCD parameter for the network. പക്ഷെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണ്ടല്ലോ, നമുക്ക് ബി വാല്യൂ മാത്രം കണ്ടാൽ പോരെ. അപ്പോൾ ബി വാല്യൂ എന്ന് പറയുന്നത് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക എന്താ? ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ABCD പാരാമീറ്റർ ഫോർ ദ ടോട്ടൽ നെറ്റ്വർക്ക് കിട്ടും. പക്ഷെ നമുക്ക് എന്ത് മാത്രം കണ്ടാൽ മതി? ഈ എലിമെന്റ് മാത്രം കണ്ടാൽ മതി. ഈ എലിമെന്റ് നമുക്ക് എങ്ങനെയാ കിട്ടുക? എങ്ങനെയാ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരിക? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അതാരാ തരിക? എ. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം അതല്ലേ ബി. അപ്പൊ ആ ഓപ്പറേഷൻ മാത്രം ചെയ്താൽ പോരെ. സോ വാട്ട് ഈസ്, ഇതിനെ ഒന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 1 + 2/5 ദാറ്റ് ഈസ് 7/5. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ബി? ബി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. സോ ദാറ്റ് ഈസ് 7/5 ഇൻറ്റു 2 + 2. സോ 7/5 ഇൻറ്റു 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 14/5 + 2 എന്ന് പറയുന്നത് 24/5. സോ 24/5 എന്ന് പറയുന്നത് നമുക്കറിയാം 4.8 ആണ് വരിക. സോ ദ വാല്യൂ ഫോർ ബി ഈസ് ഈക്വൽ ടു 4.8 ohms. അപ്പോൾ ഈ മെത്തേഡ് ഞാൻ മറ്റേ ആദ്യം പറഞ്ഞ മെത്തേഡ് ഞാൻ പറയാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം പറഞ്ഞ മെത്തേഡിൽ നമുക്ക് ആർക്കും KCLും KVLും നോഡൽ ഇക്വേഷൻസ് ഒക്കെ അറിയാവുന്ന ആർക്കും അത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളോട് കംപ്ലീറ്റ് ABCD പാരാമീറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പം ഈ മെത്തേഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മെത്തേഡ് ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ എലിമെന്റ്സും കണ്ടുപിടിക്കാം. എ എലിമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ബി എലിമെന്റ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. സി എലിമെന്റ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ഡി എലിമെന്റ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എലിമെന്റ്സും കിട്ടും. So here the answer is 4.8 ohms. Next, നാലാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ 2-port നെറ്റ്വർക്ക് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു നെറ്റ്വർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് ഇൻ സീമെൻസ് ആർ. അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അഡ്മിറ്റൻസ് പാരാമീറ്ററിന്റെ യൂണിറ്റ് ഒന്നുകിൽ മോ അറിയാം അല്ലെങ്കിൽ സീമെൻസ് ആണെന്നും പറയാം. അപ്പോൾ ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക് ആയിട്ട് തോന്നും. കാരണം എന്താ? അതിൻ്റെ അകത്ത് ഡിപ്പെൻഡൻറ്റ് സോഴ്സിന്റെ ഒരു പ്രസൻസ് ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, നമുക്കൊരു 2-port നെറ്റ്വർക്ക് തന്നു കഴിഞ്ഞാൽ അതിന്റെ പാരാമീറ്റർ നമ്മൾ എങ്ങനെയാണ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുക? ഓരോ പാരാമീറ്ററും എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് Y പാരാമീറ്റർ ആണ് അല്ലെ? Y പാരാമീറ്റർ അല്ലെങ്കിൽ അഡ്മിറ്റൻസ് പാരാമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അഡ്മിറ്റൻസ് പാരാമീറ്ററിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Y പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്മിറ്റൻസ് പാരാമീറ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അഡ്മിറ്റൻസ് പാരാമീറ്ററിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ആദ്യം അറിയണം അല്ലെ? സോ ദ അഡ്മിറ്റൻസ് പാരാമീറ്റർ ഇക്വേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് I1 ഈസ് ഈക്വൽ ടു Y11 V1 പ്ലസ് Y12 V2 and I2 is equal to Y21 V1 plus Y22 V2. ഇതിൽ I1 I2 എന്ന് പറയുന്നതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, V1 V2 എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ I1 V1 എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടേജും കറണ്ടും, I2 V2 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറണ്ടും വോൾട്ടേജുമാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പാരാമീറ്റർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയൊക്കെ പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം? വാട്ട് ഈസ് Y11? Y11 ഈസ് ഈക്വൽ ടു I1 ഡിവൈഡഡ് ബൈ V1 വിത്ത് V2 ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞു, നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു സിംഗിൾ പാരാമീറ്ററാണ് കിട്ടേണ്ടത്. പക്ഷേ ഈ ഇക്വേഷനിൽ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു പാരാമീറ്റർ ഇൻവോൾവ് ചെയ്യുന്ന ടേമിനെ 0 ആക്കി വെച്ചാലേ നമുക്ക് രണ്ടാമത്തെ പാരാമീറ്ററിനെ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ Y11 കിട്ടണമെങ്കിൽ ഇത് ഇൻവോൾവ് ചെയ്യുന്ന ടേമിനെ 0 ആക്കണം. ഇത് 0 ആക്കണമെങ്കിൽ Y12നെ 0 ആക്കാൻ പറ്റില്ല, V2നെ 0 ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ V2 എന്ന് പറയുന്നത് 0 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കണം? Y11 കണ്ടുപിടിക്കണം. അതേപോലെ നമ്മൾ V1നെ 0 ആക്കി വെച്ചിട്ട് Y12 കണ്ടുപിടിക്കണം. അതേപോലെ 4 പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കണം. പക്ഷേ ഇതുപോലത്തെ ഒരു നെറ്റ്വർക്കിൽ V2 0 ആക്കുക, V1 0 ആക്കുക, എന്നിട്ട് 4 പാരാമീറ്റർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് KCLും നോഡൽ ഇക്വേഷൻസും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കാൻ നോക്കുക ചെയ്യുന്നത്. ആ എക്സ്പ്രഷൻസ് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി Y പാരാമീറ്റർ എഴുതാൻ പറ്റും. അതായത്
നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം V1 എന്ന് പറയുന്ന വോൾട്ടേജ് ഇവിടെ ഇൻപുട്ട് സൈഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിലെ വോൾട്ടേജ് ആണ് V1. ദിസ് ഈസ് അവർ റെഫറൻസ് പോയിന്റ്. ഓക്കെ, റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെഫറൻസ് നോഡ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ V1 എന്ന് പറയുന്ന വോൾട്ടേജ് ഈ പോയിന്റിൽ ഉണ്ടെങ്കിൽ ദിസ് ഈസ് ഓൾസോ V1 അല്ലേ? ദിസ് ഈസ് ഓൾസോ V1 ആൻഡ് ഇവിടെ V2 ഉണ്ട്, ഔട്ട്പുട്ട് സൈഡിൽ V2 ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിസ് പോയിന്റിലെ വോൾട്ടേജ് ഇവിടുത്തെ വോൾട്ടേജ് എത്ര തന്നെയായിരിക്കും? V2 തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ആ V1ഉം V2ഉം ഡിഫൈൻ ചെയ്തിരിക്കുന്ന രണ്ട് പോയിന്റ്സിൽ ഡയറക്റ്റ് ആയിട്ട് KCL ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താ വേണ്ടത്? V1 V2 ഡിഫൈൻ ചെയ്തിരിക്കുന്ന നോഡ്സിൽ KCL അപ്ലൈ ചെയ്യാം. അപ്പോൾ V1 ഡിഫൈൻ ചെയ്തിരിക്കുന്ന നോഡ് ഫസ്റ്റ് നോഡാന്ന് വിചാരിക്കുക. അപ്പോൾ KCL അറ്റ് നോഡ് 1, നോഡ് 1ൽ നമ്മൾ KCL അപ്ലൈ ചെയ്ത് നോക്കുക. ഒന്ന് പറഞ്ഞു നോക്കിയേ, നോഡ് 1ൽ ഏതൊക്കെയാണ് കറൻസ്? KCL അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആ നോഡിലേക്ക് വരുന്ന എല്ലാ കറൻസിനെയും കൺസിഡർ ചെയ്യണം അല്ലേ? അതിൽ ഫസ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് I1 എന്ന് പറയുന്നത് ഇൻകമിങ് കറണ്ട് ആണ്. ഇൻകമിങ് കറണ്ടിനെ ഞാൻ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു. സോ നെഗറ്റീവ് I1 അല്ലെങ്കിൽ -I1 പ്ലസ് സെക്കൻഡ് കറണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ബ്രാഞ്ചിൽ കറണ്ട് ഉണ്ടാവില്ലേ? ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ബ്രാഞ്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് V1 ഡിവൈഡഡ് ബൈ 1 ഓം ദാറ്റ് ഈസ് V1. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പൊളാരിറ്റി കൊടുക്കുന്നത്? ആ കറണ്ട് ഞാൻ അസ്യൂം ചെയ്യുന്നതാണ്. ഞാൻ അസ്യൂം ചെയ്യുന്ന കറണ്ടിനെ ഞാൻ ഔട്ട് ഗോയിങ് കറണ്ട് ആയിട്ടാണ് എടുക്കുക. കൂടാതെ ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് ഒന്ന് നോക്കിയേ. ഈ ഒരു സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താ? ദിസ് സിമ്പിൾ ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് എ കറണ്ട് സോഴ്സ് അല്ലേ? കറണ്ട് സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് ആയിരിക്കും. ആ കറണ്ടിന്റെ വാല്യൂ എത്രയാ? 3V2. ഡിപ്പെൻഡന്റ് ആണ്, അത് നമ്മുടെ വിഷയമല്ല, നമുക്ക് വേരിയബിൾസ് മാത്രം മതി. അപ്പോൾ 3V2 എന്ന് പറയുന്ന ഒരു കറണ്ട് എങ്ങോട്ടേക്ക് വരുന്നുണ്ട്? ഈ നോഡിലേക്ക് വരുന്നുണ്ട്. ആക്ച്വലി ഈ നോഡ് എന്ന് പറയുന്നത് സെയിം അല്ലേ? അപ്പോൾ 3V2 എന്ന് പറയുന്ന ഒരു ഇൻകമിങ് കറണ്ട് ആ നോഡിലുണ്ട്. സോ വി ക്യാൻ റൈറ്റ് -3V2 ഈസ് ദ നെക്സ്റ്റ് കറണ്ട്. ഇനി ലാസ്റ്റ് ഒരു കറണ്ടും കൂടി ഉണ്ടാവുമല്ലോ. ലാസ്റ്റ് കറണ്ട് ഏതാ? നമ്മൾ ഈ ബ്രാഞ്ച് കൺസിഡർ ചെയ്തു, ഈ ബ്രാഞ്ച് കൺസിഡർ ചെയ്തു. ഇനി ഈ ബ്രാഞ്ചിലൂടെ ഒരു കറണ്ട് പോകുന്നുണ്ടാവില്ലേ? ഈ നോഡിൽ നിന്ന് ആ ബ്രാഞ്ചിലേക്ക് ഒരു കറണ്ട് പോകുന്നുണ്ടാവില്ലേ? ആ കറണ്ടിന്റെ വാല്യൂ എത്രയായിരിക്കും? ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നടുവിലുള്ള റെസിസ്റ്റൻസ്. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാ? V1. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാ? V2. ഇടയിലുള്ള റെസിസ്റ്റൻസ് എത്രയാ? 1 ഓം. സോ വി ക്യാൻ റൈറ്റ് ദ ലാസ്റ്റ് കറണ്ട് ആസ് V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ 1. ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ കാര്യമില്ലല്ലോ എഴുതുന്നതിൽ. സോ ദിസ് കറണ്ട് ഈസ് V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ നമുക്ക് എല്ലാ കറണ്ട്സും കിട്ടി ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കിയേ. സോ I1നെ നമ്മളപ്പുറം കൊണ്ടുവന്നു. സോ I1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? V1 ഉണ്ട് 2 ടൈംസ് V1. സോ 2V1 മൈനസ് 3V2 -V2 -4V2. So the first equation we will get it as എന്താ കിട്ടുക? 2V1 minus 4V2 is equal to I1. So this is the first equation. അപ്പോൾ നമ്മുടെ y പാരാമീറ്റർ ഡിഫൈൻ ചെയ്ത ഇക്വേഷൻ നിങ്ങളൊന്ന് നോക്കിയേ. y പാരാമീറ്റർ ഡിഫൈൻ ചെയ്ത ഇക്വേഷൻ ഇതല്ലേ? അതും ഇതും ഏതാണ്ട് ഒരേ ഫോമിലായില്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? y11ന്റെ വാല്യൂ ഡയറക്ട്ലി 2 എന്ന് എഴുതാം. y12ന്റെ വാല്യൂ ഡയറക്ട്ലി -4 എന്ന് എഴുതി കൂടെ? ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. y11 2ഉം y12 -4ഉം y11 2 y12 -4 നമുക്ക് ഏതാണ്ട് 1 ഈ ഓപ്ഷൻ 3 ഓപ്ഷനും ഏതാണ്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? y11 2ഉം y12 -4ഉം. അപ്പോൾ നമുക്ക് ഈ ഒരൊറ്റ ഇക്വേഷൻ എഴുതിക്കൊണ്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. സാധാരണ ടു പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ 1-2 പാരാമീറ്റർ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻസിൻ്റെ അകത്ത് നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ഇവിടെ ഏതാണ്ട് 3 ഓപ്ഷൻസും സെയിം കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇക്വേഷനും കൂടെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ നോഡിൽ ഓൾറെഡി KCL അപ്ലൈ ചെയ്തു. ഇനി ഈ നോഡിൽ KCL അപ്ലൈ ചെയ്ത് നോക്കാം. സോ KCL at node 2. ഓക്കെ, എന്താ വരിക? കറണ്ട് ഏതൊക്കെയാ? I2 എന്ന് പറയുന്ന ഒരു ഇൻകമിങ് കറണ്ട് ഉണ്ട്. സോ ദാറ്റ് ഈസ് -I2. നെക്സ്റ്റ് കറണ്ട് ഏതാ? ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിന്റെ വാല്യൂ എത്രയാ? V2 ആണ് ഇവിടുത്തെ വോൾട്ടേജ്. അതാണ് അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം ആണ്. സോ ദ കറണ്ട് ഈസ് V2 ഡിവൈഡഡ് ബൈ 1 ആൻഡ് ഇറ്റ് ഈസ് പോസിറ്റീവ്. കാരണം അത് ഔട്ട് ഗോയിങ് കറണ്ട് ആണ്. സോ V2 ഡിവൈഡഡ് ബൈ 1ന് നമുക്ക് V2 എന്ന് എഴുതാം. നെക്സ്റ്റ് തേർഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന കറണ്ട് ആണ്. സോ ഇവിടുത്തെ വോൾട്ടേജ് V2, ഇവിടുത്തെ വോൾട്ടേജ് V1. സോ ദിസ് കറണ്ട് ഈസ് V2 -V1 ഡിവൈഡഡ് ബൈ 1. സോ ദ ലാസ്റ്റ് കറണ്ട് ഈസ് V2
മൈനസ് V1 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? I2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും പറഞ്ഞേ? മൈനസ് V1 പ്ലസ് 2V2. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷനും ഈ ഇക്വേഷനും I2ന്റെ ഇക്വേഷനും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. സെയിം അല്ലേ? സെയിം ഫോമാറ്റിലല്ലേ? ഇവിടെയും V1, ഇവിടെയും V1, ഇവിടെ V2, ഇവിടെ V2. സോ y21 വാല്യൂ വിൽ ബി -1. അപ്പോൾ y21 കൂടെ നമുക്ക് കിട്ടി. തന്നിരിക്കുന്ന ഓപ്ഷനിൽ y21 -1 ആയിട്ടുള്ള ഇയാളും മാത്രമേ ഉള്ളൂ. പക്ഷെ ഓൾറെഡി നമ്മൾ ഇത് റൂൾ ഔട്ട് ചെയ്ത ഓപ്ഷനാണ്. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി ഓപ്ഷൻ സി. അല്ലെങ്കിൽ നമുക്ക് നാലാമത്തെ പാരാമീറ്റർ നോക്കാം. y22 value is 2. y22 value is 2. So the complete ABCD y parameter is y11 is equal to y11 ന്റെ വാല്യൂ എത്രയാ? 2. y12 is -4. y21 is -1. y22 is 2. ഇങ്ങനെയാണ് നമുക്ക് കംപ്ലീറ്റ് y പാരാമീറ്റർ വാല്യൂസ് കിട്ടുക. അപ്പോൾ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ ഓരോ പാരാമീറ്റർ ആയിട്ട് സോൾവ് ചെയ്യാൻ പോയിരുന്നെങ്കിൽ ഒരുപാട് ടൈം എടുക്കും കിട്ടാൻ. പക്ഷേ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് KCL 2 നോഡിൽ KCL അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് I1ന്റെയും I2ന്റെയും എക്സ്പ്രഷൻ കിട്ടി. I1ന്റെ എക്സ്പ്രഷനിനകത്ത് V1ഉം V2 ഉണ്ട്, I2ന്റെ എക്സ്പ്രഷൻ്റെ അകത്തും V1ഉം V2 ഉണ്ട്. അപ്പോൾ ഈ എക്സ്പ്രഷനും ഒറിജിനൽ എക്സ്പ്രഷനും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സിനെയും കിട്ടി. സോ ദിസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.